ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി മണാലിയിൽ ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസമാണ്. മൂന്നാമത്തെ ദിവസത്തിൽ രാവിലെ ഞങ്ങൾ ഹഡിംബ ടെമ്പിൾ വിസിറ്റ് ചെയ്ത ശേഷം ഉച്ചയ്ക്ക് ഹോട്ടലിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്തിട്ട് ഇതേ ഇപ്പോൾ മണാലിയിൽ തന്നെയുള്ള വൻ വിഹാർ എന്നുള്ള സ്ഥലത്തേക്ക് പോവുകയാണേ. നമ്മൾ കഴിഞ്ഞ ദിവസം വിസിറ്റ് ചെയ്ത മാൾ റോഡിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ റോഡ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് 4 കിലോമീറ്ററാണ് വൻവിഹാർ എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്കുള്ളത്. ഞങ്ങൾ നടന്ന് തന്നെയാണ് വന്നത്. വണ്ടി വന്നാൽ ചിലപ്പോൾ പാർക്ക് ചെയ്യാനൊക്കെ ഇഷ്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ നടന്ന് 4 കിലോമീറ്റർ നടന്നതേ വൻവിഹാറിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ നടക്കുന്നത് അത്രയും ആയാസകരമായ ഒരു കാര്യമായിരുന്നില്ല, ഒരു രസമായിരുന്നു. അത് കാരണം ഞങ്ങൾ 4 കിലോമീറ്റർ പതുക്കെ നടന്നത് ഇപ്പോൾ വൻവിഹാറിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിലെത്തി. അപ്പോൾ ഇവിടെ ടിക്കറ്റ് ഉണ്ട് എൻട്രൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അഡൾട്ടിന് 50 രൂപയും 8 വയസ്സിന് അതിന് മുകളിലുള്ള കുട്ടികൾക്ക് 20 രൂപയാണ് എൻട്രി ഫീസ്. ഞങ്ങളത് വൻവിഹാർ മണാലി ഇതിൻ്റെ എൻട്രൻസ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി. വൻവിഹാർ എന്ന് പറയുന്നത് കുറേ ദേവദാരു മരങ്ങളുടെ ഒരു കളക്ഷനാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ വൻവിഹാറിലുള്ള മുഴുവൻ മരങ്ങളുടെയും വില എന്ന് പറയുന്നത് 2001-2002 കണക്ക് പ്രകാരം 23,11,52,000 രൂപയാണ് വരുന്നത്. അപ്പം അത്രയും വിസ്തൃതമായ പൈൻ ട്രീസിൻ്റെ കളക്ഷനാണ് വൻവിഹാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂടാണ്ട് ഇവിടെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ, പിന്നെ കുറച്ച് ബോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ്, ഇതൊക്കെ വൻവിഹാറിൽ അവൈലബിൾ ആണ്. ഇവിടെ അകത്തുള്ള അമ്യൂണിറ്റീസൊക്കെ ഈ സൈൻ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പം ഞങ്ങൾ എൻട്രി ടിക്കറ്റൊക്കെ എടുത്തിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇത് നേരെ നടന്നു കഴിയുമ്പോൾ 3 സ്റ്റെപ്സ് താഴോട്ട് ഇറങ്ങിയ ബോട്ടിംഗ് പോയിന്റിലെത്തും. അപ്പം നമ്മൾ ആദ്യം തന്നെ ബോട്ടിംഗ് പോയിന്റിൽ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതവിടെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ സൈൻ ബോർഡ് കാണാം. നമ്മുടെ റൈറ്റ് സൈഡിലാണ് ചിൽഡ്രൻസ് പാർക്ക് ഉള്ളത്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം തന്നെ അങ്ങോട്ട് പോകാമെന്ന് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബോട്ടിങ്ങിന് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഹനീനെ വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് മുഴുവൻ പൈൻ ട്രീസിൻ്റെ ഒരു കളക്ഷനാണ്. നമുക്ക് ഭയങ്കര നല്ല കാം ആൻഡ് ക്വയറ്റായ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ കിട്ടുക. അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മൾ ഹഡിംബ ടെമ്പിളിൻ്റെ മുമ്പിൽ കണ്ട മാതിരി നല്ല ഭംഗിയുള്ള സുന്ദരൻ മുയൽക്കുട്ടന്മാരെയും പിടിച്ചിട്ട് ഈ ഹിമാചലിൻ്റെ ട്രഡീഷണൽ ഡ്രസ്സിൽ കുറച്ച് സ്ത്രീകൾ നിൽക്കുന്നുണ്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ വരുന്ന സ്ത്രീയുടെ കയ്യിൽ 2 മുയൽക്കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അതിനെ പിടിച്ചിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. ഓരോ ഫോട്ടോന് 50 രൂപ വെച്ചിട്ടാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മുയലിനെ പേടിയായതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. അങ്ങനെ ഞങ്ങളത് ബോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്ഥലത്തേക്ക് പോകണം. ഒരു കുഞ്ഞു പോണ്ടാണ്, അതിനകത്ത് നമുക്ക് പെഡൽ ബോട്ടിങ് ചെയ്യാം. അതാണ് ഇവിടുത്തെ ബോട്ടിങ് ഓപ്ഷൻ. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അങ്ങനെ വലിയ റഷല്ല. എന്നാലും നമ്മൾ അവിടെ ചെന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് പോവാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ടിക്കറ്റ് കൗണ്ടറിലെത്തി. പക്ഷേ അവിടെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി എല്ലാ ബോട്ടിങ്ങിലും ആൾക്കാർ പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവരൊക്കെ തിരിച്ച് വന്ന് അവിടെ നിൽക്കണ ആൾക്കാരും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അപ്പോഴത്തേക്കും കുറേ സമയമെടുക്കും. അത് കാരണം പിന്നെ ഞങ്ങൾ ബോട്ടിങ് ചെയ്യാണ്ട് തിരിച്ച് വന്നിട്ട് ഹനീനെയും വേദുവിനെയും ഇവിടുത്തെ പാർക്കിൽ കളിക്കാൻ വിട്ടു. അങ്ങനെ അവർ കുറച്ച് സമയം പാർക്കിലൊക്കെ കളിച്ചു. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ വൻവിഹാർ എന്നുള്ളത്. ഇത് മോന്ത് ചാടുന്നത് ഹനീൻ്റെ കയ്യിലിങ്ങനെ തിരിച്ചിട്ട് പറപ്പിക്കുന്ന ഒരു കളിപ്പാട്ടം ഇല്ല, അതുണ്ടായിരുന്നു. അതങ്ങനെ പറത്തി ഒരു പൈൻ ട്രീൻ്റെ കൊമ്പിന് മുകളിൽ പോയി തങ്ങി അതെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. അതെന്തായാലും കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് നേരം അവർ പാർക്കിൽ തന്നെ സ്പെൻഡ് ചെയ്തു. അവിടെ പാർക്കിൽ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക്. ഞാൻ പറഞ്ഞല്ലോ, നല്ല സെറീനായ ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് വലിയ തിരക്കും ഉണ്ടായിരുന്നില്ല. അതാണ് ഞങ്ങൾക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വൻവിഹാറിൽ നിന്ന് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പുറത്ത് പോവാണ്. അപ്പോൾ അവിടെ ഒരു പൈൻ ട്രീൻ്റെ താഴെ പുലിയുടെയൊക്കെ കുറച്ച് പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹനി അത് ഒറിജിനലാണോ എന്ന് പറഞ്ഞ് പോയി നോക്കുമായിരുന്നു. എന്തായാലും അതൊക്കെ കണ്ടിട്ട് ഞങ്ങളിതേ വൻവിഹാറിൽ നിന്ന് വെളിയിലിറങ്ങുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് മാൾ റോഡിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് നമ്മൾ വൻവിഹാറിലേക്ക് നടന്നു വന്ന റോഡ്. അതുകൊണ്ട് തന്നെ
മാൾ റോഡിൻ്റെ മാതിരി കുറേ ഷോപ്പിംഗ് ഓപ്ഷൻസും അവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ എന്തായാലും കുറച്ച് ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. റോഡിൽ കുട്ടി എക്സ്റ്റൻഷൻ, പക്ഷേ ഇത് മുഴുവൻ മറ്റേ ക്രോഷ്യം കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. രാജസ്ഥാനി കുല്ലഡ് ചായ് ആണോ ചേച്ചി? അങ്ങനെ പറഞ്ഞാൽ എന്താ കുല്ലഡ് ചായ് പറഞ്ഞു? കുല്ലഡ് ചായ് എന്ന് പറഞ്ഞാൽ കുല്ലഡിലാടി. ആ സാധനത്തിന്റെ പേരാണ് കുല്ലഡ്. ആ മണ്ണിന്റെ കപ്പ് അത് നമുക്ക് തരുവാ. എന്നാ ചായ കുടിച്ചാലോ? ആ കുല്ലഡ് ചായ കുടിക്കാം. ആ ചായ ഇങ്ങനത്തെ ഗുലാബ് ജാമുൻ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ചേട്ടാ, അതുകൊണ്ടാണ്. ഇതിന് രാജസ്ഥാൻ 30 rupees. എന്നെപ്പോലെ ഇതറിയാത്ത വേറെ ആൾക്കാരും ഇങ്ങനെ വായിച്ചിട്ട് ഇതെന്താ സാധനം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരത്തെ ആലോചനകൾക്കും ചർച്ചകൾക്കൊക്കെ ശേഷം ഞങ്ങൾ എന്തായാലും കുല്ലഡ് ചായ കുടിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ചായയും കുടിച്ച് കുറച്ചും കൂടി സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. അപ്പോൾ ചേച്ചിക്ക് ചേച്ചിയുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. ഇതൊക്കെ എന്താണ് ഹിമാചലിൻ്റെ കുറേ ട്രഡീഷണൽ ഐറ്റംസൊക്കെയാണ്. ഇത് അവരുടെ ട്രഡീഷണൽ തൊപ്പിയും ഡെക്കറേറ്റീവ് ഐറ്റംസും. ഇതൊക്കെ വിൻ്റർ ചുരിദാർ മെറ്റീരിയൽസാണ്. കാശ്മീരി പശ്മിന സൂട്ട് എന്നാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. അതൊക്കെ വിൻ്ററിന് ഇടാൻ പറ്റിയ ടൈപ്പ് സൂട്ട് മെറ്റീരിയൽസാണ്. ഞങ്ങളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടതേ തിരിച്ചു പോവാണ്. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണെന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷെ അപ്പോഴത്തേക്കും ഹനിക്ക് നല്ലോണം ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് പോയതല്ലേ. ഉച്ചയ്ക്ക് വന്നിട്ടും ഹനി അധികം നേരം റെസ്റ്റ് എടുക്കാനൊന്നും നിന്നില്ല, കളിക്കുമായിരുന്നു റൂമിൽ. അതാണ് ഹനിക്ക് നല്ലോണം ഉറക്കം വരുന്നുണ്ടായിരുന്നത്. കാരണം പിന്നെ ഞങ്ങൾ മൊണാസ്ട്രി വിസിറ്റ് ചെയ്യാൻ നിന്നില്ല, നേരെ തിരിച്ച് ഹോട്ടൽ റൂമിലേക്ക് പോകണം. ഹനി ഓൾറെഡി ഉറങ്ങി. ഇപ്പോൾ ഹനീനെ മൂത്ത് എടുത്തുകൊണ്ട് നടക്കുകയാണ്. ഇത് തിരിച്ച് ഞങ്ങളുടെ ഹോട്ടൽ റൂമിലേക്കുള്ള റോഡാണ്. റോഡൊക്കെ ഇവിടെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അങ്ങനെ കാര്യമായിട്ട് പ്രശ്നങ്ങളോ കുണ്ടും കുഴികളോ ഒന്നും ഇല്ലാണ്ട് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ടൂറിസത്തിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയാമെന്നാണ് മനസ്സിലാവുന്നത്. അതായത് ഞങ്ങൾ നടക്കുന്ന വഴിയിലുള്ള ചുമരിലുള്ള ആർട്ടാണ് ഇതൊക്കെ. അപ്പോൾ അവർ എന്താണ് റിവർ റാഫ്റ്റിങ്ങിൻ്റെയും പാരാഗ്ലൈഡിങ്ങിൻ്റെയും റോപ്പ് വേയുടെയും അങ്ങനെ ഇവിടെ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവരവിടെ വാളിൽ നല്ല ഭംഗിയായിട്ട് ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഓരോ കുഞ്ഞു സ്ഥലങ്ങളിലും എല്ലായിടത്തും ഇങ്ങനെ വിൻ്റർ ആക്സസറീസ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഒബ്വിയസ് ആണല്ലോ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ ഹോട്ടൽ റൂമിലെത്താറായി. അങ്ങനെ നടന്നുകൊണ്ടിരിപ്പോഴത്തെ ഒരു കുഞ്ഞു ചായക്കട കണ്ടോ, അവിടെ മലയാളത്തിൽ ചായ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു മലയാളി നടത്തുന്ന കടയായിരിക്കണം. പക്ഷെ കണ്ടോ, ചായ എന്ന് എഴുതി വെച്ചിട്ട് മലയാളത്തിൽ. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും മലയാളിയൊന്നും ഇല്ലായിരുന്നു. നോർത്ത് ഇന്ത്യക്കാരൻ തന്നെ നടത്തുന്ന കടയായിരുന്നു. മേ ബി പണ്ടെപ്പോഴെങ്ങാനും അതിൻ്റെ ഓണർ ഒരു മലയാളി ആയിരുന്നിരിക്കാം. ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടൽ റൂമിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിലുള്ള ആ ഒരു സ്ട്രീറ്റ് മുഴുവൻ ഇതേമാതിരി ഹോട്ടൽസാണ്. എല്ലാ ബിൽഡിങ്ങും കാണുന്ന എല്ലാ ബിൽഡിങ്ങും ഹോട്ടൽസാണ്. ഹോട്ടൽസിൻ്റെ ഒരു കളക്ഷനാണ് ആ ഏരിയയിൽ വരുന്നത്. ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴത്തേക്കും ഏതാണ്ട് സന്ധ്യയായി. ഇപ്പോൾ മണാലിയിൽ നോർമലി കുറച്ച് നേരത്തെയാണ് സൂര്യൻ അസ്തമിക്കുന്നത്. ഞങ്ങളുടെ ഹോട്ടൽ റൂമിലെത്തി. അങ്ങനെ ഞങ്ങളുടെ മണാലിയിലെ 3ാമത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.